പലർക്കും ഉണ്ടാവുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കൂനി നടക്കുക എന്നുള്ളത്. നമ്മൾ നിൽക്കുന്ന സമയത്തും ഇരിക്കുന്ന സമയത്തും എല്ലാം മുന്നോട്ട് കൂനി നടക്കുന്നത്. അതിപ്പം ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാം ഉണ്ട്. അത് കാരണം കഴുത്തുവേദന ഉണ്ടാവും, ബാക്ക് പെയിൻ സ്ഥിരമായിട്ടുണ്ടാവാറുണ്ട്. പലരും ഇത് കാരണം പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കാറുണ്ട്. ഓൺലൈനിലൊക്കെ പല വീഡിയോസും കണ്ടിട്ട് അവർ വിചാരിക്കുന്നത് ഈ ഒരു സ്ലിങ് വാങ്ങിച്ചിട്ടാൽ റെഡിയാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഞ്ചിലോട്ട് പിടിച്ച് കെട്ടിക്കഴിഞ്ഞാൽ റെഡിയാവും. താൽക്കാലികമായിട്ട് കുറച്ച് ദിവസത്തേക്ക് അത് റെഡിയാവും, അത് ഊരുമ്പോൾ അത് മാറും. സ്ലൗച്ചിങ് എന്ന് പറയുന്നത് ഒരു അസുഖമല്ല, അതൊരു ഹാബിറ്റാണ്. നമ്മുടെ മസിലിൻ്റെ ഒരു കുറച്ച് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് നമുക്ക് നോർമലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള വ്യായാമങ്ങളും പറഞ്ഞുതരാം. ഇതിങ്ങനെ കൊണ്ട് നടന്നാലുള്ള പ്രശ്നവും നിങ്ങൾ മനസ്സിലാക്കണം. മിക്ക ആളുകളും മുന്നോട്ട് കൂനി നടക്കാറുണ്ട്. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, മുന്നോട്ട് കൂനി നടക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുപോലെ എനിക്ക് എൻ്റെ കുറച്ച് റിലേറ്റീവ്സിന് ഇതേ പ്രോബ്ലം ഉണ്ടാകും. ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കുന്നതാണ് സ്ലൗച്ചിങ്. ഓക്കെ, ആ പേര് ഓർത്ത് വെച്ചേക്കുക. അപ്പം നമ്മുടെ തല മുന്നോട്ടായി. അതുപോലെ സ്കൂൾ കുട്ടികളൊക്കെ ഇത്രയും വലിയ ബാഗൊക്കെ പണ്ട് തൂക്കിയിട്ടുണ്ട്. ഞാനൊക്കെ പണ്ട് നല്ല വെയിറ്റ് എല്ലാ ബുക്കും കൊണ്ടാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പം മുന്നോട്ട് ഇങ്ങനെ കുഞ്ഞിയതുപോലെ ആവും. അപ്പം മസിൽസ് മാറിയത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ മസിൽസിന് നമ്മൾ കുറച്ച് ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ബാക്കിലെ മസിൽസ് ഒന്ന് സ്ട്രോങ്ങർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ചെസ്റ്റ് മസിൽസ് ഒന്ന് നോർമൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോബ്ലംസ് ശരിയാക്കാനായിട്ട് പറ്റും. അപ്പം നെക്ക് മസിൽസിനും പ്രോബ്ലമാണ്. ഇതിങ്ങനെ നമ്മൾ കൂനി നടന്നു കഴിഞ്ഞാൽ കുറേ ദിവസം കഴിയുമ്പോൾ നമുക്ക് കഴുത്തുവേദന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അപ്പർ ബാക്ക് പെയിൻ ഒക്കെ സ്ഥിരമായിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ഈ പറയുന്ന ഈ സ്ട്രാപ്പുകളും അതുപോലെ ഓൺലൈനിലും ഫേസ്ബുക്കിലൊക്കെ കാണുന്ന സാധനമൊക്കെ ഞാനും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് ദിവസത്തേക്ക് ബെറ്ററാണ്, ഒരു 2-3 ദിവസത്തേക്ക് ബെറ്റർ ആവും. പക്ഷെ അത് എന്താണോ ഊരുന്നത് അത് മാറും. കാരണം ഇത് മസിലിനെ നമ്മൾ ട്രെയിൻ ചെയ്താൽ മാത്രമേ അതിനൊരു സൊല്യൂഷൻ ആവുള്ളൂ. അല്ലാതെ ഇത്തരത്തിലുള്ള താൽക്കാലികമായി എടുക്കുന്ന ഒരു കാര്യവും നമുക്ക് റെഡിയാക്കാൻ പറ്റില്ല. ഈ സ്ലൗച്ചിങ് മാറാനായിട്ടുള്ള 8 വ്യായാമങ്ങൾ പറയാം. ഈ 8 വ്യായാമങ്ങളും വളരെ എഫക്റ്റീവാണ്. 3 മാസം ചെയ്താൽ ഉറപ്പായിട്ട് റിസൾട്ട് വരും. ഫസ്റ്റ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഫേസ് പുൾ എക്സസൈസ് ആണ്. ഫേസ് പുൾ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തോട്ട് വലിക്കുക എന്നുള്ളതാണ് ഫേസ് പുള്ളിൻ്റെ അർത്ഥം. അപ്പോൾ സ്ലൗച്ചിങ് മാറാനായിട്ടുള്ള ഒരു മെയിൻ ട്രീറ്റ്മെൻ്റ് ആണ് ഫേസ് പുൾ. ഇതിനായിട്ട് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഇലാസ്റ്റിക് ബാൻഡ് വാങ്ങണം. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും നല്ല ഉറപ്പുള്ളൊരു സ്ഥലത്ത് കെട്ടിയതിന് ശേഷം ഈ വീഡിയോ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മൾ മുഖത്തോട്ട് ഇത് വലിക്കണം കണ്ടിന്യൂസ് ആയിട്ട്. ഒരു കഴുത്തിന് വേദന വരുന്നുണ്ടെങ്കിൽ നിർത്തുക, അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വലിക്കുക. അല്ലെങ്കിൽ നമുക്ക് ജിമ്മിൽ പോയതിന് ശേഷം നമുക്ക് ബാറിൽ ഈ വീഡിയോ കാണിച്ചിരിക്കുന്നത് പോലെ വലിക്കാം. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുക. ആദ്യം ജിമ്മിലൊക്കെ പോയി ചെയ്യുവാണെങ്കിൽ നമ്മൾ ആദ്യം കുറച്ച് വെയിറ്റ് ചെയ്യുക. ഒരു ആഴ്ച കഴിഞ്ഞതിന് ശേഷം അടുത്ത വെയിറ്റിലോട്ട് കൂട്ടുക. എല്ലാ ആഴ്ചയിലും 3 ദിവസമെങ്കിലും ഈ എക്സസൈസ് ചെയ്തിരിക്കണം. ഇത് നമ്മുടെ മുഖത്തോട്ടാണ് വലിക്കേണ്ടത്. കഴുത്തിന് വേദന ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ പുള്ളി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇമാജിൻ ചെയ്യേണ്ടത് എൻ്റെ ചെസ്റ്റ് നല്ലോണം വിരിയുന്നു എന്നുള്ളൊരു, അല്ലെങ്കിൽ തുറക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാകണം. വളരെ പതുക്കെ വേണം ചെയ്യാൻ, വളരെ പെട്ടെന്നല്ല ചെയ്യേണ്ടത്. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലോവർ ബാക്ക് കർവ് ചെയ്യരുത്, അതുപോലെ നെക്ക് മുമ്പോട്ട് പുഷ് ചെയ്യരുത്. ഓക്കെ, സ്പീഡ് വേണ്ട, വളരെ പതുക്കെ സ്ലോ ആയിട്ട് വേണം ചെയ്യാൻ. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ്. ഒരു 12 മുതൽ 15 റെപ്പുകൾ ചെയ്യുക. അങ്ങനെ 3 സെറ്റ് ചെയ്യുക. ആഴ്ചയിൽ ഒരു 3 ദിവസം. അങ്ങനെ 3 മാസം ചെയ്താൽ തന്നെ നല്ല റിസൾട്ട് ഉണ്ട്. ഫേസ് പുള്ള് നമ്മൾ കറക്റ്റായി ഒരു 3 മാസം ചെയ്താൽ 50% ഈ പ്രശ്നം സോൾവ് ആയി കഴിഞ്ഞു. ഓക്കെ, പതുക്കെ വെയിറ്റ് കൂട്ടി കൊണ്ടുവരാം. അടുത്തത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു എക്സസൈസ് ആണ്. YTW എന്നാണ് ആ എക്സസൈസിൻ്റെ പേര്. ആ അക്ഷരം പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ ശരീരം മാറ്റുന്നതിനാണ് YTW എന്ന് പറയുന്നത്. അതിനായിട്ട് നിങ്ങൾ കമിഴ്ന്ന് നടക്കുക. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഉപകരണമൊന്നും വേണ്ട. വളരെ ഈസി ആയിട്ട് പോസ്റ്റർ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇത് കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് പിടിക്കണമെന്നാണ്. Y എന്നുള്ള ലെറ്റർ അറിയാമല്ലോ, ഇങ്ങനെയാണ് Yയുടെ ലെറ്റർ. അപ്പോൾ അതുപോലെ നമ്മൾ ഇങ്ങനെ കൈ നൂത്ത് ഈ വീഡിയോ കാണിച്ചിരിക്കുന്നത് പോലെ ഇരിക്കുക. അപ്പോൾ Y എന്നുള്ള ലെറ്റർ ആവും. അങ്ങനെ ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡ് അങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ നമ്മുടെ ഷോൾഡറിന് സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ നമ്മുടെ അപ്പർ ബാക്ക് കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആവും. കുറേ നേരം ഇരുന്നിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ, നമ്മൾ വളഞ്ഞൊക്കെ ഇരിക്കുന്ന ആളുകൾക്കാണ് ഈ പ്രശ്നം മിക്കവാറും ഉണ്ടാവുന്നത്. അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ Y എന്നുള്ളൊരു പൊസിഷനിലോട്ട് നമ്മുടെ കൈ കൊണ്ടുവരിക എന്നുള്ളതാണ്, തലയുടെ മുകളിലോട്ട് കൊണ്ടുവരിക. ഓക്കെ, അപ്പോഴും ചെസ്റ്റ് ഓപ്പൺ ആവുന്നുണ്ട്. T പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ കാണിച്ചിരിക്കുന്നതിലെ സൈഡിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഷോൾഡർ ബ്ലേഡ് നമ്മൾ ആ സമയത്ത് സ്ക്യൂസ് ചെയ്ത് പിടിക്കാം. അങ്ങനെ ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ W എന്നുള്ള ലെറ്റർ ആണ് അല്ലേ. W ഇങ്ങനെ നമുക്ക് വയ്ക്കാൻ പറ്റും. W ആയില്ലേ. അപ്പം നമ്മുടെ ഈ മുട്ട് മടക്കി എൽബോ ബെൻഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇവിടെ നമുക്ക് വെയിറ്റിൻ്റെ ആവശ്യമില്ല, നമ്മുടെ തന്നെയാണ് വെയിറ്റ്. എത്ര നേരം ഹോൾഡ് ചെയ്യുന്നതിനാണ് കാര്യം. ഇതും ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം ചെയ്താൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബാക്ക് പെയിൻ കൂടുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, അമിതമാണെന്നുണ്ടെങ്കിൽ ഇത് എത്ര പ്രാവശ്യം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മുതൽ 15 പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. അങ്ങനെ 3 സെറ്റ് ചെയ്യുക. 5 സെക്കൻഡോ 10 സെക്കൻഡോ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഇത് ചെയ്താൽ വളരെ എഫക്റ്റീവാണ്. അടുത്തൊരു വ്യായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൾ ഏഞ്ചൽ എന്നുള്ള എക്സസൈസ് ആണ്. ഇത് നമ്മുടെ ബ്രെയിനൊരു റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയുള്ളൊരു രീതിയാണ്. അതായത് നമ്മുടെ ബ്രെയിനിന് തോന്നും നമ്മൾ നടക്കുന്ന സമയത്ത് നമുക്ക് ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ
ഓട്ടോമാറ്റിക്കായിട്ട് ആ രീതിയിൽ പോസ്റ്റർ കറക്ഷൻ ആവും. നമ്മൾ നടക്കുന്ന സമയത്തൊക്കെ നേരെ നടക്കും. ഓക്കെ, ഒരു ബ്രെയിൻ റീപ്രോഗ്രാം ചെയ്യുന്നൊരു മെത്തേഡാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ നമ്മുടെ മതിലിലോട്ട് ചാരി നിൽക്കുക, പിൻഭാഗം, തല, അപ്പർ ബാക്ക്, ഹിപ്പ് എല്ലാം ടച്ച് ചെയ്തിരിക്കണം. അതുപോലെ കൈയും ബോളിലോട്ട് ചേർത്ത് പിടിക്കുക. എന്നിട്ട് മുകളിലോട്ടും താഴോട്ടും ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ ചെയ്യുക. പതുക്കെ വേണം ചെയ്യാൻ. ശ്വാസം നോർമലായിട്ട് എടുക്കുകയും പുറത്തോട്ട് വിടുകയും ചെയ്യുക. നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസം ഇതുപോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഫുൾ റേഞ്ച് പോസിബിൾ അല്ല. അപ്പോൾ അത് തെറ്റാണെന്ന് നിങ്ങൾ കരുതണ്ട, ഇത് ചെയ്യാൻ പറ്റുന്നതല്ല എന്നും കരുതണ്ട. പതുക്കെ പതുക്കെ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നും, പക്ഷെ ചെയ്യാൻ ഇച്ചിരി പ്രയാസമാണ്. നമ്മളെല്ലാം ചേർന്ന് ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ ചെയ്യുക. ഈ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ വീഡിയോ കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് തോന്നും, പക്ഷേ ഈ ഫുൾ റേഞ്ച് ഓഫ് മോഷൻ മുകളിലോട്ടും താഴോട്ടും ഇതുപോലെ ചെയ്യാൻ പ്രയാസമാണ്, കണ്ടിന്യൂസ് ആയിട്ട് 15 പ്രാവശ്യം. അപ്പോൾ അത് നമ്മുടെ ഒരു ഫെയിലിയർ ഒന്നും അല്ല. ഉറപ്പായിട്ട് നിങ്ങളൊരു 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് പറ്റും. കാണുമ്പോൾ സിമ്പിൾ ആണെങ്കിലും വളരെ എഫക്റ്റീവ് ആണ്. നമ്മുടെ ഷോൾഡറിൻ്റെ ഒരു മൊബിലിറ്റി ഇമ്പ്രൂവ് ആവുകയും നെക്കിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു എക്സസൈസ് തന്നെയാണ് ഈ എക്സസൈസ്. അടുത്തതായിട്ട് നമ്മുടെ പോസ്റ്റർ കറക്റ്റ് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ കോർ മസിൽസ് സ്ട്രോങ്ങർ ആവണം. കോർ എന്ന് പറഞ്ഞാൽ വയറ്, നമ്മുടെ പെൽവിസ് ബോണ്, ഗ്ലൂട്ടിയസ് മസിൽ എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് കോർ മസിൽ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹൈ പ്ലാങ്ക് ആണ് ഇവിടെ ചെയ്യേണ്ടത്. ഹൈ പ്ലാങ്ക് എന്തിനാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലാങ്ക് ചെയ്യുന്നത് നല്ലതാണ്, പക്ഷേ ഈ ഹൈ പ്ലാങ്ക് ആണെങ്കിൽ കുറച്ചും കൂടെ നമ്മുടെ കോർ മസിൽസ് സ്ട്രോങ്ങർ ആവും, സ്പൈനിന് സപ്പോർട്ട് കിട്ടും. അതുപോലെ നമ്മുടെ പോസ്റ്റർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെയാണ് ഹൈ പ്ലാങ്ക് ചെയ്യേണ്ടത്. ഹൈ പ്ലാങ്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ കൈ കുത്തി ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ ചെയ്യുക. എന്നിട്ട് ബോഡി സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം, ഹിപ്പ് വളയരുത്. എത്ര നേരം ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റും അത്ര നേരം ചെയ്യുക. ഒരു 30 സെക്കൻഡ് പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. 20 സെക്കൻഡ് ആണെങ്കിൽ 20 സെക്കൻഡ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. പതുക്കെ അത് 1 മിനിറ്റിലോട്ട് കൊണ്ടുവരിക. അങ്ങനെ ഒരു 3 സെറ്റ് ഒരു ദിവസം ചെയ്യുക. അങ്ങനെ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ടൊരു 3 മാസമൊക്കെ ചെയ്താൽ റിസൾട്ട് ഉണ്ടാവും. അടുത്ത ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു 6ാമത്തെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ മെക്കൻസി എക്സസൈസ് ആണ്. ഈ മെക്കൻസി എക്സസൈസ് ഞാൻ ഇതിനു മുമ്പും ബാക്ക് പെയിൻ മാറ്റാനായിട്ട് ഞാൻ പറഞ്ഞാണ്. ചെറിയ രീതിയിൽ സ്പൈനൽ കോഡിൽ ചെറിയ പ്രൊട്രൂഷനൊക്കെ ഉണ്ടെങ്കിൽ ഇത് വളരെയധികം നല്ലതാണ്. പ്രത്യേകിച്ച് ഒത്തിരി നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് ചെയ്യേണ്ട ഒരു വ്യായാമമാണ് മെക്കൻസി എക്സസൈസ്. വളരെ ഈസിയാണ്. ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ കമിഴ്ന്ന് കിടന്ന് നമ്മൾ കൈ ഇങ്ങനെ കുത്തിപ്പിടിച്ചതിന് ശേഷം ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ചെറിയ രീതിയിലുള്ള ഡിസ്ക് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. പക്ഷേ അതേ സമയത്ത് ഇത് ചെയ്യുമ്പോൾ കാലിലോട്ട് തരിപ്പുണ്ടാവുന്നുണ്ട്, അതുപോലെ വീക്ക്നെസ്, അതായത് അനക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. വേദന കൂടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അടുത്ത ഒരു വ്യായാമം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ ചുമ്മാ ഇരിക്കുന്ന സമയത്തൊക്കെ ചെയ്യാൻ പറ്റും. ചെസ്റ്റ് സ്ട്രെച്ച് എക്സസൈസ് എന്ന് പറയും. ഇത് ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ കുറച്ച് നേരം നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ തോന്നുവാണ് നിങ്ങൾ മുന്നോട്ട് കൂഞ്ഞുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതിനർത്ഥം ചെസ്റ്റ് ടൈറ്റ് ആവുന്നതുകൊണ്ടാണ്. അപ്പോൾ ചെസ്റ്റിനെ ഒന്ന് സ്ട്രെച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ നമ്മൾ ബാക്കിലോട്ട് ഇങ്ങനെ കൈ പിടിച്ച് ബാക്കിലോട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെസ്റ്റ് വിരിയുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ആ പോസ്റ്റർ കറക്റ്റ് ആവുകയും ചെയ്യും. ഇത് എത്ര പ്രാവശ്യം ചെയ്യാൻ പറ്റുമോ അത്രയും പ്രാവശ്യം ചെയ്യുക. ഒരു 20 സെക്കൻഡ് അങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റിയ നല്ലതാണ്. അങ്ങനെ ഒരു ദിവസത്തിൽ ഒരു 4-5 പ്രാവശ്യം ചെയ്യുക. അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു വ്യായാമമാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇതും ഒരു 3-4 മാസം ചെയ്യുക. അടുത്തതായിട്ട് 8ാമത്തെ വ്യായാമമാണ് ധനുരാസന, അല്ലെങ്കിൽ ബോ പോസ് എന്നാണ് വിളിക്കുന്നത്. യോഗയിലും അതിനെ വിളിക്കുന്നുണ്ട്. എൻ്റെ കറക്റ്റ് പേര് എനിക്കറിയില്ല എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്, പക്ഷേ ബോ പോസ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പൈൻ എക്സ്റ്റെൻഡ് ചെയ്യണം, നമ്മുടെ നട്ടെല്ല് എക്സ്റ്റെൻഡ് ചെയ്യണം, ചെസ്റ്റ് ഓപ്പൺ ചെയ്യും. അതുപോലെ കോൺഫിഡൻസ് ഒക്കെ കിട്ടുന്നത് നല്ലതാണ്. തുടക്കക്കാർക്ക് ഇത് കമ്പൽസറി അല്ല, വേദന ഉണ്ടെങ്കിലും ഇത് ചെയ്യരുത്. പക്ഷേ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണ്. ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ പിടിച്ചു വയ്ക്കുക. ഒരു 15 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതാണ് കാര്യം. അങ്ങനെ ഒരു 3 പ്രാവശ്യം ചെയ്യുക. ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം ചെയ്താൽ വളരെയധികം എഫക്റ്റീവാണ്. ഇനി കുറച്ച് ഡെയിലി ടിപ്സ് കൂടെ പറയാം. അതായത് നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ണിൻ്റെ ലെവലിലായിരിക്കണം കമ്പ്യൂട്ടർ. അതുപോലെ ഇരിക്കുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. പിന്നെ കൂടുതൽ നേരം ഇരിക്കരുത്, ഇടയ്ക്കൊന്ന് എഴുന്നേറ്റ് നടക്കുക. അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. അതുപോലെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബാക്ക് സപ്പോർട്ട് ഉണ്ടോ എന്ന് നോക്കുക. നമ്മുടെ സ്റ്റിയറിങ്ങുമായിട്ടുള്ള ഹൈറ്റ് കറക്റ്റാണോ നോക്കുക. ഇങ്ങനെയുള്ള കുറച്ച് നോർമൽ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ നമുക്ക് പോസ്റ്റർ പൂർണ്ണമായിട്ടും കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ശരിക്കും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കുറേ മാർഗ്ഗങ്ങളാണ് പറഞ്ഞത്. അല്ലാതെ ഈ സാധനം വാങ്ങിക്കുക അല്ലെങ്കിൽ ഈ ഫേസ്ബുക്കിൽ കാണുന്ന പല ബാൻഡുകൾ വാങ്ങിക്കാനൊന്നും പറയുന്നില്ല. അതുപോലെ ഇതൊരു മോട്ടിവേഷൻ വീഡിയോ അല്ല. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് കറക്റ്റായിട്ട് ഒരു 3 മാസം ചെയ്താൽ നല്ലവണ്ണം പോസ്റ്റർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. കാരണം പോസ്റ്റർ ഇമ്പ്രൂവ് ചെയ്താൽ പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട്. ഒന്ന് നമുക്ക് കോൺഫിഡൻസ് കൂടും, അതുപോലെ ബാക്ക് പെയിൻ കുറയും, നമ്മുടെ കഴുത്തിലുള്ള വേദന കുറയും. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് തടയാനായിട്ട് പറ്റും. അപ്പോൾ ഒത്തിരി ആളുകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്തത്. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.